പറഞ്ഞ അതേ റിപ്പോർട്ടിലേക്ക് നമുക്ക് വരാം. വിഴിഞ്ഞം തുറമുഖത്തിൽ CPIM-ന്റെ ആശങ്ക. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തിൽ UDF സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. പൊതു താൽപര്യവും ദേശീയ സുരക്ഷയും ലംഘിച്ചാണ് ഓഹരി കൈമാറ്റ നീക്കമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് സെബിക്ക് കത്തയച്ചത്. സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലെന്ന കാര്യം അദാനി ഗ്രൂപ്പ് സെബിയെ അറിയിച്ചിട്ടില്ല. ഇത് ചട്ടലംഘനമാണെന്നും വിശദീകരണം തേടണമെന്നും ആവശ്യപ്പെട്ടാണ് പിണറായി വിജയന്റെ കത്ത്. ദേശീയ സുരക്ഷയും പൊതു താൽപര്യവും പാലിച്ചുകൊണ്ട് മാത്രമേ അനുമതി നൽകാവൂ എന്നാണ് കരാറിലുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ലഭ്യമാക്കാത്തതുകൊണ്ടും സെബി റെഗുലേഷൻസ് പാലിക്കാത്തതുകൊണ്ടും ഓഹരി കൈമാറ്റം സംബന്ധിച്ച അപേക്ഷയിൽ അദാനി ഗ്രൂപ്പിനോട് വിശദീകരണം തരണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അനുമതിയില്ലാതെ ഓഹരി കൈമാറാൻ ശ്രമിച്ചതിൽ നിയമോപദേശം തേടാനും നിയമ നടപടികൾ സ്വീകരിക്കാനും സർക്കാർ ജാഗ്രത കാണിക്കുന്നില്ലെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കരാറുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിക്കേണ്ട തുറമുഖം, നിയമം, ധനകാര്യം എന്നീ വകുപ്പുകൾ മുഖ്യമന്ത്രിയുടെ കയ്യിലാണെന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നെന്നും പ്രതിപക്ഷ നേതാവ്. നിയമോപദേശം തേടുന്നില്ല, സെബിക്ക് മുന്നിൽ ഈ പ്രശ്നം ഉന്നയിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഒരു തരം ദുരൂഹത ഇതിനകത്തെല്ലാം കാണാൻ കഴിയും. KC വേണുഗോപാൽ പറഞ്ഞ പോലെ അദാനി കേരളത്തിലും സൂപ്പർ സർക്കാരോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. അതിനിടെ വിഴിഞ്ഞം തുറമുഖ ഡയറക്ടറായിരുന്ന ദിവ്യ S. അയ്യരെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലും സംശയം ഉന്നയിക്കുകയാണ് CPIM. ദിവ്യയുമായി അദാനി ഗ്രൂപ്പിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നെന്നും മാറ്റാൻ ആവശ്യമുയർന്നിരുന്നുവെന്നും പിണറായിയുടെ വെളിപ്പെടുത്തൽ. ചില പ്രശ്നങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് അദാനി ഗ്രൂപ്പിന്റെ വഴിവിട്ട ചില നടപടികൾക്ക് അനുകൂലമായ നിലപാട് എടുത്തു കിട്ടണമെന്നുള്ള ആഗ്രഹത്തിന്റെ മേലെയായിരുന്നു. അതിനവർ നിന്നിട്ടില്ല. നല്ല ധൈര്യമായിട്ട് തന്നെ കാര്യങ്ങൾ നീക്കിയിരുന്നു. ദിവ്യ S. അയ്യരെ മാറ്റാൻ അദാനി ഗ്രൂപ്പ് ഇടപെടൽ നടത്തിയിരുന്നെങ്കിലും പിണറായി വിജയന്റെ നിലപാട് കാരണമാണ് അത് നടക്കാതിരുന്നതെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. പിണറായി തടഞ്ഞ കാര്യത്തിൽ VD സതീശൻ വഴങ്ങിയെന്നാണ് KK രാഗേഷിന്റെ ആരോപണം. ന്യൂസ് മലയാളം, കണ്ണൂർ.